കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിലേക്ക് സന്തോഷത്തോടെ നമുക്ക് പ്രവേശിക്കാൻ കർത്താവ് തന്ന അനുമതിക്കായി സ്തോത്രം. പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരാമെന്നരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ ജീവിതത്തിനൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിനൊരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനൊരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ മറ്റിതര മേഖലകളിൽ ഒരു വർധനവും ഒരു വളർച്ചയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വളർച്ച ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ വ്യക്തിത്വത്തിനൊരു വികാസം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിശ്രേഷ്ഠമായി വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അതിശ്രേഷ്ഠമായി വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ. മനുഷ്യർക്ക് മനുഷ്യനോട് കൃപ തോന്നാം, മനുഷ്യർക്ക് മൃഗങ്ങളോടും കൃപ തോന്നാം, മനുഷ്യർക്ക് സംഭവത്തോട് കൃപ തോന്നാം. പക്ഷേ മനുഷ്യൻ്റെ കൃപയ്ക്ക് പരിമിതികളുള്ളപ്പോൾ, മനുഷ്യൻ്റെ കൃപയ്ക്ക് അതിർത്തികളും അതിരുകളും ഉള്ളപ്പോൾ, മനുഷ്യൻ്റെ കൃപയ്ക്ക് ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ, ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത അത് അൺലിമിറ്റഡാണ്. ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത അത് പരിമിതികളില്ലാത്തതാണ്. ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത അത് പരിമിതപ്പെടുത്തുവാൻ കഴിയാത്തതാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവത്തിനു പോലും ദൈവത്തിൻ്റെ കൃപ പരിമിതപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. ദൈവത്തിനു പോലും ദൈവത്തിൻ്റെ കൃപ പരിമിതപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ അരികിലേക്ക്, കർത്താവിൻ്റെ അരികിലേക്ക്, ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, അവിടുത്തെ കൃപാസനത്തിനരികിലേക്ക്, കൃപാസനം എന്നാണ് പറയുന്നത്, കൃപാസനം, അവിടുത്തെ കൃപാസനത്തിനരികിലേക്ക്, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അരികിലേക്ക് ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഇഴഞ്ഞു ചെല്ലുന്നത് അവിടുന്ന് കണ്ടാൽ ആ വ്യക്തിയെ കൃപയോടുകൂടെ, ആ കുഞ്ഞിനെ കൃപയോടുകൂടെ എടുക്കും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇത്ര പ്രായം ചെന്ന ഒരു വയോവൃദ്ധൻ ദൈവത്തിൻ്റെ കൃപ തേടി, ദൈവത്തിൻ്റെ കരുണ തേടി, ദൈവത്തിൻ്റെ സാന്നിധ്യം തേടി, ദൈവിക സമാധാനം തേടി, ദൈവിക സ്വസ്ഥത തേടി കർത്താവിൻ്റെ അരികിലേക്ക് നടന്ന് വന്നാലും ഒരു കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ എങ്ങനെ വാരിയെടുക്കുമോ അതുപോലെ തന്നെ ദൈവം ആ സാന്നിധ്യത്തെയും സമാധാനത്തെയും സത്യത്തെയും ശക്തിയെയും ഒക്കെ തേടി കടന്നു ചെല്ലുന്ന എത്ര പ്രായം ചെന്ന ഒരു മനുഷ്യനെയും കോരിയെടുക്കാനിടയായിത്തീരും. ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യനെ ചുറ്റിക്കൊണ്ടാൽ, ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളെ മുന്നേ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർക്ക് പോലും നിങ്ങളെന്ന വ്യക്തി ആശ്ചര്യമായിരിക്കും. ഒന്നും കൂടെ, ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യനെ ചുറ്റിക്കൊണ്ടാൽ, ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഒരു മനുഷ്യൻ നടക്കാൻ തുടങ്ങിയാൽ, മുന്നേ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ പോലും ആശ്ചര്യത്തോടെ മാത്രമേ നിങ്ങളെ നോക്കാൻ കഴിയത്തുള്ളൂ. അത്ര പ്രാധാന്യവും അത്ര വകഭേദം വരുത്തുവാൻ കഴിയുന്നതുമാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത എഫേസ്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആമേൻ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് കാരണക്കാരനായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്തൊരു വളർച്ചയും അനുഗ്രഹവും പുരോഗതിയും ഒക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന്. പക്ഷെ ദൈവത്തിൻ്റെ വചനം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ കൃപയെ സ്വന്തം ജീവിതത്തിൽ ആസ്വദിച്ച് അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരനുഭവസ്ഥനാകുന്ന പൗലോസ്ലീഹ എഴുതി വച്ചിരിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ കൃപയ്ക്കകത്തുള്ള പല പ്രൊവിഷനിൽ ഒരു പ്രത്യേകതയാണ് കൃപ ദാനം ചെയ്യുന്ന ഒന്നാണ്. കൃപ ദാനം ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടെ ആ ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ സംഭവിക്കുന്നു.
ഒന്നും കൂടെ പറയാം. ദൈവത്തിൻ്റെ കൃപ പല രീതിയിലൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടത്തും. ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെട്ടാൽ അവൻ്റെ നടത്തിപ്പെന്ന് പറയുന്നത് വ്യത്യസ്തമാകുന്ന രീതിയിലായിരിക്കും. ദൈവത്തിൻ്റെ കൃപയുള്ളൊരു മനുഷ്യനെ നിങ്ങൾ വാച്ച് ചെയ്താൽ ആ മനുഷ്യൻ്റെ നടത്തിപ്പിൽ വ്യത്യാസം കാണാം. ആ മനുഷ്യൻ്റെ നടപ്പിൽ വ്യത്യാസം ഉണ്ടാവുമെന്നല്ല, ആ മനുഷ്യൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത പോലെ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നടത്തിപ്പിൽ, ദൈവത്തിൻ്റെ നടത്തിപ്പിൽ വ്യത്യാസമുണ്ട്. വ്യത്യസ്ത രീതിയിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് അവൻ്റെ മേലുണ്ടാകും. ആ നടത്തിപ്പിൽ ഒരു പ്രത്യേകതയാണ് കൃപ ദാനം ചെയ്യും. കൃപ ദാനം ചെയ്യും. ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവിക ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ ഒരു ആഴമായിട്ടുള്ള ഒരു അസോസിയേഷൻ ദൈവത്തോടും ദൈവവചനത്തോടും പ്രാർത്ഥനാ ജീവിതത്തോടും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ക്രിസ്തീയ ജീവിതത്തിലും നിങ്ങൾക്ക് പ്രാർത്ഥനയിലും ആത്മീയ ലോകത്തിലും നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ നിങ്ങളെ പല രീതിയിൽ ചുറ്റിക്കുന്ന ജീവിത പ്രാരാബ്ധങ്ങളും ജീവിത വ്യഥകളും കടബാധ്യതകളും രോഗവും ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു, ഈ സെക്കൻഡ് എന്നെ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു വിഷയത്തെയും മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഒരു വിഷയവും, നിങ്ങൾ കടബാധ്യതയുള്ള വ്യക്തിയായിരിക്കാം, അസമാധാനമുള്ള വ്യക്തിയായിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയായിരിക്കാം, ലീഗൽ ഫോർമാലിറ്റീസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന, നിയമപ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ബന്ധങ്ങൾ ശിഥിലമായ ഒരു വ്യക്തിയായിരിക്കാം, കുടുംബജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്ന വ്യക്തിയായി, എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ പ്രിയപ്പെട്ടവരോട് ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു, അതൊന്നും മാറാൻ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കേണ്ട. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ കൃപയൊന്ന് വെളിപ്പെടുത്തണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിൻ്റെ കൃപയൊന്ന് വെളിപ്പെടാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ആത്മാവിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തലയ്ക്ക് കൈവച്ചാമേൻ പറയുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് ആ കൃപയ്ക്കകത്ത് വ്യാപരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് സ്വന്തമായി അനുഭവിക്കാൻ കഴിയുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ദൈവശക്തി റിലീസാകുകയാണ്. നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവശക്തി. കമോൺ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവശക്തി, നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ദൈവശക്തി, നിന്നെ സെറ്റ് ഫ്രീ ആക്കുന്ന ഒരു ദൈവശക്തി, നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ദൈവശക്തി. കമോൺ കുഞ്ഞേ, ഞാൻ പറയുന്ന ഈ ദൈവശക്തി ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുളവായതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവിക ദാനം ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുളവായതാണ്. മനുഷ്യൻ നശിച്ചുപോയി എന്ന് കണ്ടപ്പോൾ, മനുഷ്യൻ്റെ മേൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ, അതിനെ എടുത്ത് കാളയ്ക്കും ഒട്ടകത്തിനും ആടിനും ഇട്ടുകൊടുക്കാൻ ദൈവത്തിന് തോന്നാതെ, അത് നഷ്ടപ്പെട്ട മനുഷ്യരിൽ ആര് കൊതിക്കുന്ന അവൻ്റെ മേൽ അത് ലഭിക്കണമെന്ന്, അതിന് തക്കവണ്ണം പുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ മേൽ അത് പകരണമെന്ന് ദൈവത്തിനൊരു കൃപയുണ്ടായതുകൊണ്ട് ഇന്ന് ആ അഭിഷേകത്തിലിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നേ, ആ തേജസ്സിൻ്റെ കീഴിലിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നേ, അതേ തേജസ്സിനെ കുറിച്ചും ശക്തിയെക്കുറിച്ചും കൃപയെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നേ. മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയെന്ന് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞപ്പോൾ ഒരു കൃപ മനുഷ്യന് തോന്നിയതാ. അറ്റുപോയ ദൈവബന്ധത്തെ കണക്ട് ചെയ്യാൻ പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അയച്ചത്. യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രാർത്ഥനാ ജീവിതം വെറുതെ തകർന്ന് തച്ചുടച്ച് പോകത്തില്ല. ദൈവവുമായിട്ടുള്ള അസോസിയേഷൻ വെറുതെ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവവചനവും ദൈവദാസന്മാരും ദൈവമക്കളുമായിട്ടുള്ള ബന്ധം വെറുതെ നഷ്ടപ്പെട്ടു പോകത്തില്ല. വിശ്വാസം വെറുതെ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇതൊക്കെ നിൽക്കുന്നതും കൃപയാൽ. ഇതിൽ നിൽക്കണമെങ്കിലും വേണ്ടത് കൃപയാ. യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ജീവിത പ്രാരാബ്ധങ്ങളുടെ പുറകെ ഓടുന്നവർക്ക് ഒരുപക്ഷെ ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചാലേ നാളെ സ്വസ്ഥമായിട്ട് ഒരു പ്രഭാതത്തിന് സാക്ഷിയാകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ജീവിത പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടും സാമ്പത്തിക ഞെരുക്കങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങളും വിവാഹ സംബന്ധമായ തടസ്സങ്ങളും പലതരത്തിലുള്ള നിന്ദയും പരിഹാസവും ആട്ടിപ്പായിക്കലുകളും ആക്ഷേപവും ഇറക്കിവിടലും എല്ലാം അനുഭവിച്ച ചില വ്യക്തികളോട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ വിഷയങ്ങളെ നീ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമയം കളയണ്ട. മോളെ, നീ ആ ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം എൻ്റെ വിഷയത്തിലേക്ക് ദൈവകൃപ വ്യാപരിക്കണമേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ,
എൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് എൻ്റെ തലയിൽ ഒഴിക്കുമ്പോൾ വെള്ളത്തോട് ഞാൻ പറയേണ്ട, വെള്ളമേ എൻ്റെ പുരികത്തിലൊന്ന് ഇറങ്ങണേ, വെള്ളമേ എൻ്റെ മൂക്കിലൊന്ന് തൊടണേ, വെള്ളമേ എൻ്റെ താടിയൊന്ന് നനയ്ക്കണേ, വെള്ളമേ എൻ്റെ ദേഹത്തേക്കൊന്ന് വീഴണേ. ഞാൻ പറയണോ? വേണ്ട. അതെൻ്റെ തലമേലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ, അതെൻ്റെ തലമേലാണ് ഞാൻ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇത് കോരിയത് എൻ്റെ തലയ്ക്ക് ഒഴിക്കണമെന്നുള്ള ബോധ്യത്തോടെ ഞാൻ എടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിക്കുക മാത്രമേ വേണ്ടൂ. തല എവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നിടത്തോളം കാലം എൻ്റെ ഉന്നം തെറ്റത്തില്ല. അതെൻ്റെ തലയിലേക്ക് ഞാൻ ഒഴിച്ചാൽ പുരികത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട, മൂക്ക് ചൂണ്ടിക്കാണിക്കേണ്ട, വായ ചൂണ്ടിക്കാണിക്കേണ്ട, ശരീരം ചൂണ്ടിക്കാണിക്കേണ്ട, കൈ ചൂണ്ടിക്കാണിക്കേണ്ട, കാല് ചൂണ്ടിക്കാണിക്കേണ്ട. ഒഴുകുന്നത് എന്നിലേക്ക് ഒഴുകി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആ ദൈവശക്തി, ചിലരുടെ മേൽ ആ ദൈവ മഹത്വം, ചിലരുടെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഈ സെക്കൻഡിൽ ഒഴുകുകയാ. നീ പറഞ്ഞിടം മാത്രമല്ല കൃപ ഡീൽ ചെയ്യുന്നത്. കൃപ വ്യാപരിച്ച നീ പറഞ്ഞ വിഷയങ്ങൾ മാത്രമല്ല കുഞ്ഞേ, നീ പറഞ്ഞ വിഷയങ്ങൾ മാത്രമല്ല കൃപ ഡീൽ ചെയ്യുന്നത്. കൃപ സകല മേഖലകളും. ഒരു തലയിൽ വീഴുന്ന വെള്ളം ഉള്ളം പാദം വരെ നനയ്ക്കുന്നത് പോലെ ദൈവകൃപ വ്യാപരിച്ചാൽ നീ ദൈവത്തിനോട് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ മാത്രമല്ല കൃപ ഡീൽ ചെയ്യുന്നേ. സകല മേഖലകളിലും ദൈവകൃപ വ്യാപരിക്കും. ആരെങ്കിലും ഉണ്ടോ ഈ വിഷയത്തിന് രാമയം പറയാൻ? ഈ മെസ്സേജ് ആർക്കൊക്കെ ഉള്ളതായത് ഞാൻ വ്യക്തിപരമായിട്ട് യേശുവിനെ നമ്മൾ സ്വീകരിക്കുക. ഇത് വ്യാപരിക്കുന്നതാണ്. നിന്റെ വീട്ടിൽ അത് വ്യാപരിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അത് വ്യാപരിക്കും. അനുവദിക്കണം. രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? വിശ്വാസം മൂലമാ. വിശ്വാസം കൊണ്ട് മാത്രമല്ല. രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? വിശ്വാസം മൂലമാ. വിശ്വാസം എങ്ങനെയാ വന്നേ? വിശ്വാസം എങ്ങനെയാ വന്നേ? കൃപയാലാ വന്നേ. അതാ വചനത്തിലൂടെ എഴുതിയേക്കുന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. സുഹൃത്തെ, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാ, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയതാ എന്ന് പറയുമ്പോൾ നിനക്ക് എങ്ങനെയാ കഠിനാധ്വാനം ചെയ്യാൻ സാധിച്ചേ? എങ്ങനെ കഴിവ് വന്നേ? അതിൻ്റെ പുറകിൽ വ്യാപരിച്ച ഒന്നുണ്ട്. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഊറ്റം കൊള്ളും ചിലർ, എല്ലാവരും അല്ല, ചിലർ ഊറ്റം കൊള്ളും. എൻ്റെ കഠിനാധ്വാനം കൊണ്ട്, എൻ്റെ മികവ് കൊണ്ട്, അന്ന് എനിക്ക് അതുണ്ടായിരുന്നത് കൊണ്ട്, അന്ന് എനിക്കതുണ്ടായത് എങ്ങനെയാണ്? അതെവിടെ പറയുന്നത്? എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടെ? വിശ്വാസം മൂലം ആന്നോ? പിന്നെ ഭയങ്കര വിശ്വാസമല്ലായിരുന്നു എനിക്ക് യേശുവിൽ, അങ്ങനെ രക്ഷിക്കപ്പെട്ടെ. പക്ഷെ ബൈബിൾ പഠിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റിയേ. അത് എനിക്കങ്ങ് പണ്ടേ ഇഷ്ടമാണ്, യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് യേശുവിനെ ഇഷ്ടപ്പെടാൻ പറ്റിയത്? ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, കൃപയാല. നിങ്ങളാരും യേശുവിനെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ജീവനേക്കാൾ വലിയൊരു ഇഷ്ടമില്ലേ കർത്താവിനോട്? നമ്മുടെ ജീവനേക്കാൾ വലിയൊരു ഇഷ്ടമുണ്ട്. എന്തൊരു വല്ലാത്തൊരു ഭ്രാന്തമായ ഒരു പ്രണയമല്ലേ ദൈവത്തോട്. എന്തുകൊണ്ടാ? കൃപയാല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്, ഇഷ്ടമല്ലാത്തവരും കാണും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? കാണുന്നത് കൊണ്ടാണ്, കണ്ടത് കൊണ്ടാണ്. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നിങ്ങൾക്ക് എന്നോടൊരു ഇഷ്ടമുണ്ട്. എനിക്കും അങ്ങനെ തന്നെ നിങ്ങളെ ഞാൻ കാണുന്നത് കൊണ്ട് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ആരും യേശുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ബൈബിൾ പറയുന്നത് കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കേ. നമുക്ക് എന്ത് കഴിയത്തില്ല എന്ന് പറയുന്നു, അത് നമ്മളെയും കൊണ്ട് ദൈവം ചെയ്യിച്ച് നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ചൊല്ലി അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിൽ നാം വ്യാപരിച്ച ഒരു ദൈവകൃപയാണ്. പലരും, ഞാൻ അടക്കമുള്ളവർ, ഈ വേലയിൽ പങ്കാളിയാകാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ അത് സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചൊരു കൃപയുണ്ട്. സുഹൃത്തെ, നിങ്ങൾ അന്യരാജ്യത്തിലിരുന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തിൽ പോകാൻ യാതൊരു സാധ്യതയുമില്ല.
ആ രാജ്യത്തിൻ്റെ കറൻസി നിങ്ങൾ മന്ത്ലി കൈനീട്ടി വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയില്ല. പക്ഷെ പുറകിൽ വ്യാപരിച്ചൊരു കൃപയുണ്ട്. നിങ്ങളൊന്ന് കുടുംബമായിട്ട് ഉള്ളതിൽ സന്തോഷിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, സത്യമായിട്ടും അങ്ങനൊരു സമാധാനം പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ അതിൻ്റെ പിന്നിൽ ആക്റ്റീവായ ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. കൃപ ഒരു മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചാൽ പുരോഗതി ഉണ്ടാവും സുഹൃത്തെ, പുരോഗതി ഉണ്ടാവും. കൃപ ഒരു മനുഷ്യൻ്റെ മേൽ, ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാകും. രക്ഷിക്കപ്പെട്ടതുപോലും ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ കൃപയുടെ 2-ാമത്തെ പ്രത്യേകത നിർത്തുന്നതാണ്. അങ്ങനെ നീ കേൾക്കുന്നോ? ഇന്ന് നിൽക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ, ഞാൻ അടുത്ത ദിവസം എങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അടുത്ത ദിവസം മറുപടി പറയേണ്ടവരോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇന്ന വ്യക്തിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മീയ ജീവിതത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇവിടുത്തെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിന്നെ നിർത്തുകേല എന്ന് വാദിക്കുന്ന ഒരു ശബ്ദത്തെ നിനക്ക് ജയിക്കാൻ, അതിനെ ഡീആക്റ്റീവ് ആക്കാൻ, ആ ദുർശബ്ദത്തെ മ്യൂട്ട് ചെയ്യാൻ എവിടെയും പോണ്ട, മുകളിലേക്ക് നോക്ക്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുമ്പോൾ അവിടേക്ക് നോക്കിയ നീ ഇരുണ്ടു പോകത്തില്ല. നിന്റെ മുഖത്തും കണ്ണിലും ഇരുട്ടല്ല നിറയാൻ പോകുന്നേ. അവിടേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗീയമാകുന്നൊരു കൃപ നിന്റെ മേൽ വ്യാപരിക്കും. വ്യാപരിച്ചാൽ എന്തോ ചെയ്യാനൊക്കും? വ്യാപരിച്ചാൽ നിന്നെ നിർത്തുന്ന കൃപയാണ് ദൈവത്തിൻ്റെ കൃപ. നിർത്തുന്ന കൃപയാണ്. അതാ പറയുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. എത്ര പേർക്ക് പറയാൻ പറ്റും, പെരുവെള്ള പാച്ചിൽ എൻ്റെ മൂക്കിന് മുകളിൽ വരെ കവിഞ്ഞപ്പോൾ, എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ തിരമാലകൾ ഒഴുകിയിട്ടും ഞാൻ ഇന്നും ഒലിച്ചു പോകാതെ നിൽക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ആത്മീയ ജീവിതത്തിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ, മുറിവേൽപ്പിച്ച് പറഞ്ഞു വിടാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടും ഇന്നും നീ അതേ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. അത് നിൽക്കുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ കൃപയാണ്. പല വശീകരണ രീതികളിലൂടെ നിങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോഴും, പല വശീകരണ രീതികളിലൂടെ നിങ്ങളെ ഈ ആത്മീയ ജീവിതത്തിൽ നിന്ന് സ്വാധീനിക്കാൻ, പൈശാചിക ലോകത്തിലേക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ വീണു പോകാതെ ഇന്നും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ജീവിത പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും പരിവട്ടവും ആക്ഷേപവും മർദ്ദനവും കല്ലേറുമായിട്ട് നിങ്ങളുടെ വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെട്ട സ്ഥാനത്ത് ഇന്നും നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ തിരുവെഴുത്തിൽ നാം വായിച്ചതുപോലെ നാം നിൽക്കുന്ന ഈ ദൈവകൃപയിലേക്ക് നിൽക്കുന്നതും ദൈവത്തിൻ്റെ, ഇന്നും നിൽക്കുന്നെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ കൃപയാ. ഒന്നും അല്ലാത്ത നമ്മളെയൊക്കെ ദൈവത്തിൻ്റേതാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ദൈവകൃപയാ. ആ കൃപയിൽ നിൽക്കുന്നവൻ കരങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ ആ നിൽക്കുന്ന മണ്ണിന്മേൽ വെളിപ്പെടുന്നൊരു ഡുനാമിസ് പവറുണ്ട്. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവകൃപയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിന്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സമയത്തായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സമയത്തായിരിക്കാം ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. നീ ദൈവകൃപയിലാണ് നിൽക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപയിലാണ് നിൽക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആ നിൽക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ട് നീ കൈകൾ ഉയർത്തി വിളിച്ചാലും, കൈകളൊന്ന് ഉയർത്തിയാൽ ആ മണ്ണിലും ഭൂമിയിലും വെളിപ്പെടുന്നൊരു ദൈവ സാന്നിധ്യവും ശക്തിയും, ഒരു ഡുനാമിസ് പവറുമുണ്ട്. ആ ശക്തിയുടെയും ആ ദൈവത്തിൻ്റെ ഡുനാമിസ് പവറിൻ്റെയും പ്രത്യേകതയാണ് ഏതു പിളരാത്ത പാറയെയും പിളർക്കും, ഏതു മുറിയാത്ത ചെങ്കടലും മുറിക്കും, ഏതു മരണ യോർദാനെയും പിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ 2 ചിറയായി അപ്പുറവും ഇപ്പുറവും നിർത്തി നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ഏത് പെരുവെള്ളത്തെയും, നിന്നെ മുൻപോട്ട് യാത്രയ്ക്ക് അനുവദിക്കത്തില്ലെന്ന് പറയുന്ന, മുൻപോട്ട് വളരാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ഏതോ പെരുവെള്ളത്തെയും 2 ചിറയായി കെട്ടി നിർത്തി നിനക്കുള്ള പാത വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ദൈവത്തിൻ്റെ കൃപ. നാം നിൽക്കുന്ന ഈ ദൈവകൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ. സുഹൃത്തേ, ദൈവം ഇല്ലാതെ ദൈവകൃപയില്ല, ദൈവമില്ലാതെ ദൈവകൃപയില്ല.
ഞാനില്ലാതെ എൻ്റെ ശബ്ദമില്ല എന്ന് പറയുന്ന പോലെ ദൈവം ഇല്ലാതെ ദൈവകൃപയില്ല. ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ദൈവകൃപയില്ല. ഇത്ര ദൈവമക്കൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാവുന്നുണ്ട്. ദൈവം വേണം ജീവിതത്തിൽ. നാം നിൽക്കുന്ന ഈ ദൈവകൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. പ്രവേശനം ലഭിക്കുന്നതിന് മുന്നേ കൃപയില്ലെങ്കിൽ നീ പ്രവേശിച്ചിട്ടില്ല. എന്നാൽ നീ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കാ വാതിൽ തുറന്ന ഒരു ദൈവകൃപ മറഞ്ഞിരുന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നും വാതിലടഞ്ഞിരിക്കുന്നു എന്നും വഴി അടഞ്ഞിരിക്കുന്നു എന്നും ഒരു വെളിച്ചവും കാണുന്നില്ലെന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ലെന്നും ഇനി എവിടെയും മുട്ടാനില്ലെന്നും ഇനി ആരെയും പോയി കാണാനില്ലെന്നും ഇനി ഇതിനപ്പുറം ഒരു പ്രാർത്ഥിക്കാനും ഇല്ല പാസ്റ്റർ എന്നും പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നത് കൃപ മാനിഫെസ്റ്റ് ചെയ്താൽ പ്രവേശനം ഉറപ്പാണ്. കൃപ വെളിപ്പെടുന്ന ഒരു സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വാതിൽ തുറക്കാനുണ്ടെന്നുള്ളതിൻ്റെ സൈനാണ്. ഇന്നലെ വരെ നിങ്ങൾ കൃപയെക്കുറിച്ച് കേട്ടിട്ടില്ല, ഇന്നലെ വരെ നിങ്ങൾ കൃപയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഇന്നലെ വരെ നിങ്ങൾ കൃപയെക്കുറിച്ച് ആഴമായിട്ട് പഠിച്ചിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങൾ ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അവസാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രവേശനമുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, നിനക്കൊരു പ്രവേശനമുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്, നിനക്കൊരു പുതുക്കിപ്പണിയലുണ്ട്. നിന്റെ തകർന്നും ചുറ്റും കിടക്കുന്ന യെരുശലേമിൻ്റെ മതിലുകളെ പണിയാൻ എൻ്റെ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. കുഞ്ഞെ, നിന്റെ ശുശ്രൂഷ ഇടിഞ്ഞിരിക്കുകയാണോ? നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഇടിഞ്ഞിരിക്കുകയാണോ? നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ ഇടിഞ്ഞിരിക്കുകയാണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇടിഞ്ഞിരിക്കുകയാണോ? അതിനി ഒരു പുതിയ ഛായ ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ മറഞ്ഞിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് പറയുന്നു, ഒരു കൃപ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ഒരു കൃപ വെളിപ്പെടുകയാണ്. പാസ്റ്റർ എന്താ ഈ കൃപ വെളിപ്പെടുമെന്ന് പറയുന്നത്? കുഞ്ഞ്, റോമർക്ക് എഴുതിയ ലേഖനം 5:2 പറയുന്നു, കൃപ വെളിപ്പെട്ടാൽ പ്രവേശനമുണ്ട്. കൃപ വെളിപ്പെട്ട പ്രവേശനമുണ്ട്. കുഞ്ഞ്, നീ ദൈവത്തിൽ നിന്നിട്ട് നീ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നൊരു കുഞ്ഞാണെങ്കിൽ കൃപ വെളിപ്പെട്ടാൽ നിനക്ക് ദൈവകൃപയിലേക്കും ദൈവബന്ധത്തിലേക്കുമുള്ളൊരു പ്രവേശനത്തിനുള്ള സാധ്യത കിടക്കുകയാണ്. നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെടാത്ത സ്നാനമേൽക്കാത്ത ദൈവവും ദൈവരാജ്യവും ദൈവത്തിൻ്റെ ഗവൺമെൻറ്റുമായി ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാമുള്ള സാധ്യതകൾ നിങ്ങൾക്ക് തുറക്കുകയാണ്. നിങ്ങൾ ഇന്ന് വരെ ഉപവാസം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഉപവാസം എന്തെന്നേ അറിഞ്ഞുകൂടെ. എന്നാൽ ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേവലം ഒരു പട്ടിണി സമരമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇത് പട്ടിണി സമരത്തിൻ്റെ ഉപവാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവനുമായി ചേർന്നിരിക്കാനുള്ളൊരു ഉപവാസത്തിൻ്റെ വാതിൽ നിനക്കായി തുറന്നു കിട്ടും. നിനക്ക് തോന്നും കുറച്ച് സമയം മെസ്സേജ് കേൾക്കണം, കുറച്ച് സമയം പ്രാർത്ഥിക്കണം, കുറച്ച് സമയം ബൈബിൾ വായിക്കണം, കുറച്ച് സമയം ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, കുറച്ച് സമയം ദീപ് പാസ്റ്റർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം തോന്നും. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടാൽ, ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ കാര്യമായിട്ട് എടുത്തോളൂ. യേശുവിൻ്റെ നാമത്തിൽ കൃപ വെളിപ്പെട്ടാൽ ഉപവസിക്കണമെന്ന് തോന്നും. കുഞ്ഞെ, കൃപ വെളിപ്പെട്ടാൽ കുറച്ചും കൂടെ ഒരു ഇൻറ്റിമസി വേണമെന്ന് തോന്നും. കൃപ വെളിപ്പെട്ടാൽ കുറച്ചുകൂടെ അപ്പായിയുടെ നെഞ്ചിലേക്കൊന്ന് ചേർന്ന് കിടക്കണമെന്ന് തോന്നും. കുറച്ചുകൂടെ കൃപ വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് തോന്നും. പ്രവേശനത്തിൻ്റെ സാധ്യതയുടെ വാതിൽ തുറന്ന് കിട്ടുന്ന ഒരു കീയാണ് ദൈവത്തിൻ്റെ കൃപ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃപ വെളിപ്പെട്ടാൽ തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട. ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ മേൽ ആ ദൈവ തേജസ്സിൻ്റെ ശക്തി പുറപ്പെടുകയാണ്. ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് ആ ദൈവശക്തി പുറപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ്. ആമേൻ. നിൽക്കുന്ന ഈ കൃപയിലേക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഞാൻ നിൽക്കുന്നത് തന്നെ ദൈവകൃപയല്ലേ? എത്ര ശത്രുക്കൾ, കൂട്ടുകാരൻ്റെയും കൂട്ടുകാരിയുടെയും ബന്ധുക്കളുടെയും ചർച്ചക്കാരുടെയും
ജന്മം തന്നവരുടെ വരെ രൂപത്തിൽ വാൾപ്പയറ്റും ബോംബ് സ്ഫോടനവും ജീവിതത്തിന് നേരെ നടത്തിയിട്ടും വീഴ്ത്താവുന്ന പണിയെല്ലാം പയറ്റിയിട്ടും ചെയ്യാവുന്ന എല്ലാ ക്രിയകളും ചെയ്തിട്ടും എറിയാവുന്ന മുഴുവൻ കല്ലുകളും പല സൈസിൽ എറിഞ്ഞിട്ടും നിൽക്കുന്നുണ്ടെങ്കിൽ പറ, ഇത് കൃപയല്ലേ? ജോലിക്കെതിരെയും കുടുംബത്തിനെതിരെയും കുഞ്ഞുങ്ങൾക്കെതിരെയും സമൂഹത്തിലും എല്ലാം വിരോധമായ രേഖകൾ ചമച്ചിട്ടും ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നും നിൽക്കുന്നുണ്ടെങ്കിൽ, കല്ല് വരാഞ്ഞിട്ടല്ല, അവർക്ക് ഉന്നം തെറ്റിയതുകൊണ്ടുമല്ല, അവർ നമ്മളോട് കനിവും കൃപയും ഒന്നും കാണിച്ചിട്ടുമല്ല. നിൽക്കുന്നുണ്ടെങ്കിൽ കൃപയല്ലേ? അല്ലേ? നമ്മുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നിൽക്കുമായിരുന്നോ? അപ്പം നമ്മളെ ഈ ഒരു കൃപയ്ക്ക് കീഴ്പ്പെടുത്തിയത് തന്നെ ദൈവത്തിൻ്റെ കൃപയല്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ നിൽക്കുമായിരുന്നോ? അപ്പം നിങ്ങളുടെ മേൽ വ്യാപരിച്ചതും അവരുടെ മേൽ ഇല്ലാത്തതുമാകുന്ന ഒരു പ്രത്യേക കൃപയില്ലേ? നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആരെങ്കിലും സുവിശേഷം പറഞ്ഞതായിരിക്കാം, ആരെങ്കിലും ഒരു ലിങ്ക് കൈമാറിയതായിരിക്കും, ഒരു വീഡിയോയുടെ ലിങ്ക് കൈമാറിയതായിരിക്കാം, ആരെങ്കിലും ബസ്സിൽ പോയപ്പോൾ നിങ്ങളോട് സംസാരിച്ചതായിരിക്കാം യേശുവിനെക്കുറിച്ച്, എവിടെയെങ്കിലും ഏതെങ്കിലും പ്രസംഗം കേട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, നിങ്ങളൊരു സ്വപ്നം കണ്ട് രക്ഷയിലേക്ക് വന്ന വ്യക്തിയായിരിക്കാം, ദൈവവചനം വായിച്ച് രക്ഷയിലേക്ക് വന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഇതൊന്നും അവിചാരിതമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് പോലും അവിചാരിതമേ അല്ല. ഈ ആലോചനയൊന്ന് ദൈവത്തിന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. പറഞ്ഞില്ലേ, പലരും നമുക്കെതിരെ പല കാര്യങ്ങൾ, പല മേഖലകൾക്ക് നേരെ, നമ്മളുമായി ബന്ധപ്പെട്ട പല മേഖലകൾക്ക് നേരെ ചെയ്തിട്ടും നമ്മളൊന്നും വീണുപോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ കൃപയല്ലേ? നാം മൂലം വിശ്വാസത്താൽ നിങ്ങൾ ഈ വന്നത്, ഞാൻ പറഞ്ഞതുപോലെയൊക്കെയുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ യേശുവിനെ അറിഞ്ഞതും ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നതുമൊക്കെ. പക്ഷേ നമ്മുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവിനെ പകർന്ന ദൈവമുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളൊന്ന് വിശ്വാസത്തിൽ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃപയിലൂടെ ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് കൃപയിലൂടെ ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. നമ്മളെ നിർത്തുന്ന കൃപ. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സുഹൃത്തെ, ചില ശിക്ഷകളൊക്കെ ഈ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദോഷമായിട്ട് ആ വാക്യത്തെ കാണരുത്. ശിക്ഷ തന്നു, അടിച്ചു, മുറിവേൽപ്പിച്ചു, നോ. എന്നാൽ ചില ശിക്ഷണങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുകാലങ്ങളിൽ മുതിർന്നവർ തന്നിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകാനല്ല, അവരുടെ മനസ്സിലുള്ളൊരു ദർശനത്തിനൊത്തവണ്ണം നമ്മളായിത്തീരാനാണ്. നമ്മുടെ അമ്മയപ്പന്മാർ നമ്മളെ അടിച്ചത് നമ്മളെ കൊന്നിട്ട് മറ്റൊരു കുഞ്ഞിനെ ആക്കാനല്ല. നമ്മുടെ അമ്മയപ്പന്മാർ നമ്മളെ അടിച്ചത് നമ്മൾ പോകേണ്ടത്ത വഴിയിൽ പോയതുകൊണ്ടും അവരുടെ മനസ്സിലുള്ള ശരിയായ ഒരു ദർശനത്തിനൊത്തവണ്ണം നമ്മൾ ട്രാക്കിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാ പറയുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. ഈ കൃപയുടെ പ്രത്യേകതയാണ്, ഈ ലോകത്തിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ട് മുകളിലത്തെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത കൃപയല്ല. ഈ കൃപയുടെ പ്രത്യേകത, ഇവിടെ ജയാളിയായി ജീവിച്ച് കർത്താവിൻ്റെ കൂടെയും നാം മഹാജയാളിയായി യുഗായുഗങ്ങളോളം വാഴാനുള്ള എല്ലാ സ്പേസും നമുക്ക് ഒരുക്കി തരും എന്നുള്ളത്.
ഹല്ലേലൂയ. ഈ ലോക ജീവിതവും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തിലും ഒരുപോലെ നാം ബാലൻസ്ഡ് ആയിരിക്കേണ്ടതിന്, ജയാളികളായിരിക്കേണ്ടതിന് നമ്മെ പ്രാപ്തരാക്കുകയും ആ ഒരു സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മെ ഗൈഡ് ചെയ്യുന്നതും നമ്മെ ഡയറക്റ്റ് ചെയ്യുന്നതുമാകുന്ന, നമ്മെ കൺട്രോൾ ചെയ്യുന്നതുമാകുന്ന ദൈവത്തിൻ്റെ സ്പിരിറ്റാണ് ദൈവത്തിൻ്റെ കൃപ. കൃപയ്ക്ക് നമ്മളെ ഓർഗനൈസ് ചെയ്യാൻ കഴിയും, കൃപയ്ക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയും, കൃപയ്ക്ക് നമ്മളെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയും, കൃപയ്ക്ക് നമ്മെ ഫ്രീ ആക്കാൻ കഴിയും. അത്രയും ഭയങ്കര സാധ്യതയും ശക്തിയും ഉണ്ട്. ദൈവത്തിങ്കൽ നിന്നുള്ള സകല ദർശനങ്ങളോടെയുമാണ് ആ കൃപ നമ്മുടെ അരികിലേക്ക് വരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഒത്തിരി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. അത് കാത്തുകൊണ്ട് ഭക്തികേടും, അപ്പോൾ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചുള്ള പ്രത്യേകത എന്താ? ഭക്തികേട് മാറും. പ്രപഞ്ചമോഹങ്ങളും, കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചാൽ പ്രപഞ്ചമോഹങ്ങൾ നീങ്ങും. വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതാ, സുബോധം. ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം, ഡെലിവറൻസ്, ഞാൻ പറയും ഏറ്റവും വലിയൊരു ഡെലിവറൻസാണ് നാം ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ സുബോധമുള്ളവരാവും. എന്ത്, എങ്ങനെ, എവിടെ ചെയ്യണമെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. 2, അടുത്തത് നീതിയോടും ആരെയും വഞ്ചിക്കാൻ തോന്നൂല. ആരെയും കമഴ്ത്തിയിട്ടിട്ട് നമുക്ക് സമ്പാദിക്കണമെന്ന് തോന്നൂല, ആരുടെയും തട്ടിപ്പറിക്കണമെന്ന് തോന്നൂല, ആരുടെ കയ്യിരിക്കണമെന്ന് വേണമെന്ന് തോന്നൂല, ആരോട് മത്സരിക്കാൻ തോന്നൂല. നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇനി നിങ്ങൾ വായിച്ചു കൊള്ളുക, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. സമയം കഴിയുന്നുണ്ട്, ഞാൻ വേഗം പോകുന്നു. കൃപയുടെ പ്രത്യേകത എന്താ? നമ്മെ വളർത്തും. കൃപയുടെ പ്രത്യേകത നമ്മെ വളർത്തും. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, 18-ാമത്തെ വാക്യമാണേ, 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽപ്പിക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. നമ്മളിന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, ദൈവശക്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ നിലനിർത്തുന്ന, നമ്മെ വളർത്തുന്ന, നമ്മെ സുബോധത്തോടെ ആരാധിക്കുമാറാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നതുകൊണ്ടാണ്. ആരും സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജ് അന്യഭാഷ എടുത്തത് കൊണ്ടല്ല അന്യഭാഷയിൽ സംസാരിക്കുന്നത്, ആണോ? സ്കൂളിൽ നിങ്ങൾ പഠിച്ച സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് എന്തോ വേണം? അത് അന്യഭാഷ വേണം എന്ന് പറഞ്ഞെടുത്തത് കൊണ്ടാണോ? അന്യഭാഷ എടുത്തിട്ടുണ്ടാകും, പക്ഷേ അത് ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ മലയാളം ആയിരിക്കും. അതിനപ്പുറം വേറൊരു ഭാഷ എടുക്കാൻ സാധ്യതയില്ല. മറ്റ് കൺട്രികളിലാണെങ്കിൽ ചിലപ്പോൾ അറബി എടുത്തുനിന്നിരിക്കും, തമിഴ് എടുത്തുനിന്നിരിക്കും, പലതും എടുത്തുനിന്നിരിക്കും. ഞാൻ ഇന്ത്യയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. എന്നാൽ സെക്കൻഡ് ലാംഗ്വേജ് എടുത്താൽ പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അന്യഭാഷ. അത് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആരെങ്കിലും സ്കൂളിലൊരു സബ്ജക്റ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ നമ്മുടെ ബുദ്ധിക്കോ കഴിവിനോ നിരക്കാതെ വണ്ണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ കൃപയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ മീനിങ്? നമ്മെ ദൈവം വളർത്തുന്നു എന്നുള്ളതാണ്. ആരാ പറഞ്ഞ വളർച്ചയില്ല എന്ന്? ആരോ ഇതൊന്നും മനസ്സിലാക്കാതെ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രോഗ്രസ്സും ഇല്ല. ആദ്യം ആ ചിന്തയ്ക്കൊരു പ്രോഗ്രസ് വരുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ട്. ദൈവത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉള്ളത്. യേശുവിൻ്റെ നാമത്തിൽ തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ക്രിസ്തുവിനെ ജീവിപ്പിച്ചതുപോലെ, ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു,
കർത്താവ് നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദിവസമാണ്. കർത്താവ് നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ആത്മാവിനാലുള്ള ഒരു ജീവൻ, ആത്മാവിനാലുള്ളൊരു ജീവിതം, പരിശുദ്ധാത്മാവിനാലുള്ളൊരു ജീവിതം. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആത്മാവിനാലുള്ളൊരു ജീവിതം എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാവിനാലുള്ളൊരു ജീവിതം എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കർത്താവിനോട് പറഞ്ഞപ്പനെ, എനിക്ക് ആത്മാവിനാലുള്ളൊരു ജീവിതം വേണം. നീ ആത്മാവിനാൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങും. ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങും. ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ ദർശനങ്ങൾ കാണാൻ തുടങ്ങും. ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങും. ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ നീ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഡീല് ചെയ്യാൻ പഠിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് പൊട്ടാത്ത പാറകളായി, കുന്നുകളായി, വമ്പൻ പർവ്വതങ്ങളായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഡീല് ചെയ്യാൻ ഇന്നേ തീയതി വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ വായിച്ച് കേട്ടതുപോലെ ആത്മാവിനാലുള്ളൊരു ജീവിതത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ഷൽബ്ര ഹൽബ്ര ഹസീബ എൽബ്രോഷ് ഖിമാനിയ ഹൽത്തോറ വൈഡൽ ഷൈഡസിയ. പ്രാർത്ഥിക്കുന്ന ആരൊക്കെ ഇതിനകത്തുണ്ട്? അവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം, അവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം, അവരെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കാൻ പോവാണ്. ഒരു ജീവിതത്തിൽ പുരോഗതി വരുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയ്ക്കകത്തേക്ക് കയറുമ്പോഴാണ്, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുമ്പോഴാണ് ഒരു പുരോഗതി. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? എത്ര കാലം ഇങ്ങനെ ജീവിച്ചു, എത്ര കാലം ഇങ്ങനെ നടന്നു, എത്ര കാലം ഇങ്ങനെ കാലം കഴിച്ചു. ഒരാത്മാവിനാലുള്ളൊരു പുരോഗതിയിലേക്ക്, പരിശുദ്ധാത്മാവിനാലുള്ളൊരു പുരോഗതിയിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ഇന്ന് കൈപിടിച്ചുയർത്തുമ്പോൾ എത്ര ദൈവമക്കൾ പുറകിലോട്ട് മാറി നിൽക്കാതെ ആമേൻ പറഞ്ഞ് ഈ പുരോഗതിയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവസാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ ഷീല എന്ന് പേരുള്ള ആരെയോ ദൈവാത്മാവ് ഈ ഒരു കൃപയിലേക്ക് ഉയർത്തുന്ന ഒരു കാഴ്ച ദൈവാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഷീല എന്ന് പേരുള്ള ആരെയോ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളത് വിശ്വസിക്കുക. നിങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കൊരു പുരോഗതിയും ജീവിതത്തിൽ കൈവരിക്കാനില്ല, ഇതുവരെ സാധിച്ചില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ശീലയുടെ മേൽ ദൈവം കാണുന്ന ആ ശീലയുടെ മേൽ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ശംധേരി ലിബർധനിയ. നിങ്ങളിപ്പോൾ തകർന്നിരിക്കുന്ന, വ്രണമേറ്റിരിക്കുന്ന, മുറിവേറ്റിരിക്കുന്ന, വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കൃപ ദൈവമേ എൻ്റെ മുറിവിലേക്കൊന്ന് പകരണമേ എന്ന് പറഞ്ഞേ. ആ കൃപ Labata sente makayan taralasio labari salkara mahasi haura mashian taralabaushas. In Jesus' name, the powerful name of Jesus Christ, the powerful name of Jesus Christ, powerful name of Jesus Christ. ശക്തി വ്യാപരിക്കട്ടെ. ഈ സമയം തന്നെ എല്ലാ വരൾച്ചയുടെ അനുഭവങ്ങൾ നീങ്ങിപ്പോട്ടെ, എല്ലാ മുറിവിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോട്ടെ, എല്ലാ മുറിവിന്മേലും ദൈവിക സമാധാനവും പൊറുതിയും വെളിപ്പെടട്ടെ. ഇപ്പോൾ ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മഹത്വത്തിന്റെ മരുന്നിറങ്ങട്ടെ. റാസ്മാൻഡിൽ ബ്രസറ്റൽമയോ ലബറ്റോഗോസ് എൻഡലബോഗോസ് ജീസസ് നെയിം. പ്രിയപിതാവേ, അതങ്ങനെ സംഭവിച്ച മഹാദൈവ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാപ്പാ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നതും അവിടുത്തെ കൃപയാൽ മാത്രമാപ്പാ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ഈ മീറ്റിങ്ങിലായിരിക്കുന്ന സകല ജനത്തെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ
അനുഗ്രഹിക്കുകയാണ്. ഈ അനുഗ്രഹം അനുഭവിക്കാൻ ഞങ്ങൾക്ക് തന്ന മഹത്ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. ഞാൻ എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ ജനത്തെ അവിടുന്ന് സ്പർശിച്ചല്ലോ. ആത്മാവിലുള്ളൊരു ജീവിതം, ആത്മാവിലുള്ളൊരു ശക്തി, ആത്മാവിലുള്ളൊരു വിടുതൽ ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തതിനായി സ്തോത്രം. മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ ആദ്യമായിട്ടാണ് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവുമുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ദിവസവും ദൈവവചനം കേൾക്കാനും പഠിക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നിലനിൽക്കാനും വളരാനും തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. നിങ്ങൾക്കത് അനുഗ്രഹമാകുന്നെങ്കിൽ ഉടനെ നിങ്ങൾ ഈ മീറ്റിങ്ങിനൊരു ലൈക്ക് കൊടുത്തതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്കുകൾ ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവരും കൂടെ ദൈവവചനം കേൾക്കാനും പഠിക്കാനും കൃപയിൽ കൂട്ടാളികളാകാനും ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഉയർത്തട്ടെ, മാനിക്കട്ടെ. God bless you. God bless you. God bless you.